بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഖബറിന്റെ ശിക്ഷയെ മനുഷ്യൻ ഉറക്കിൽ കാണുന്ന സ്വപ്നത്തിനോട് ഉപമിച്ച് മനുഷ്യന്റെ ഉറക്കവും മരണത്തിന് ശേഷമുള്ള അവസ്ഥയും പരസ്പരം സാദൃശ്യപ്പെടുത്തി മരണമെന്ന് പറയുന്നത്, ഉറക്കമെന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു സഹോദരനാണ് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ മരിക്കുന്നതോടുകൂടെ അവന്റെ മറകളൊക്കെ നീങ്ങും. എപ്രകാരം ഉറക്കത്തിൽ ചെറിയ തോതിൽ മറകൾ നീങ്ങുമോ, അങ്ങനെ നീങ്ങുമ്പോൾ ലൗഹുൽ മഹ്ഫൂദിലേക്ക് അവന്റെ ഉൾക്കാഴ്ച ചെന്നെത്തും. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ളതാണ് ഈ കാണുന്ന സ്വപ്നങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പിന്നീട് അദ്ദേഹം പറയാണ്, ഫഹാദിഹി, ഇത് നുബ്ദത്തുൻ യസീറത്തുൻ, ചെറിയൊരു മാതൃകയാണ്, സാമ്പിളാണ് ഈ പറഞ്ഞ മിൻ ബഹരി ഇൽമി റുഅ്യ. സ്വപ്നശാസ്ത്രം ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിൽപ്പെട്ട ചെറിയൊരു സാമ്പിളാണ് ഈ പറഞ്ഞത്. അല്ലദീ ലാ തൻഹസുറു അജായിബുഹു, അതിൻ്റെ അത്ഭുതങ്ങൾ പരിമിതപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ കൈഫല, എങ്ങനെ അങ്ങനെ ആകാതിരിക്കും? വഹു അഖുൽ മൗത്തി, ഈ ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ സഹോദരനാണ്. അപ്പൊ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം മരിച്ചതിന് ശേഷമുള്ള അനുഭവം പോലെയാണ്. വൈന്നമൽ മൗത്തു, മരണം ഹുവാദ അജബും മിനൽ അജായിബി, അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതം തന്നെയാണ് മരണം. അതങ്ങോട്ട് എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. വാദ അങ്ങനെ പറയാൻ കാരണം ലിഅന്നഹു, ഈ ഉറക്കം യശ്ബഹുഹു, അത് മരണത്തിനോട് സാദൃശ്യമാകും. മിൻ വജിഹിൻ ലഈഫിൻ, ബലഹീനമായ ഒരു രീതിയിൽ. അസ്സറ, ആ ഉറക്കം പ്രതിഫലനം നടത്തും. ഫി കശ്ഫിൽ ഗിതാഇ അൻ ആലിമുൽ ഗൈബ്, ആലിമുൽ ഗൈബിനെ തൊട്ട്, അദൃശ്യ ലോകത്തെ തൊട്ട് മറയെ നീക്കുന്നതിൽ പ്രതിഫലനം ഉണ്ടാക്കുന്നുണ്ട്, ചെറിയ തോതിലെങ്കിലും ഈ ഉറക്കം. അങ്ങനെ സ്വാറൻ നായിമു, ഉറങ്ങുന്നവനാകും, യഅരിഫു മാ സയകൂനു ഫിൽ മുസ്തഖ്ബിൽ, പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളെ അതറിയും. പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് അതറിയും. ഏത്? ഈ ഉറക്കത്തിന്റെ സ്വപ്നത്തിൽ. അപ്പൊ ഉറക്കത്തിൽ അങ്ങനെ വരുമെങ്കിൽ ഫമാദാ തറ, പിന്നെ നീ എന്താണ് മനസ്സിലാക്കുന്നത്? ഫിൽ മൗത്തി, മരണത്തിന്റെ വിഷയത്തിൽ. അല്ലെങ്കിൽ മരണം എന്താണ്? യഖ്രിഖുൽ ഹജാബ, അത് മറയെ കീറിക്കളയും, മാറ്റുകയല്ല, കീറിക്കളയും. വയക്സിഫുൽ ഗിതാഅ ബിൽ കുല്ലിയ, ബിൽ കുല്ലിയ, മൂടി അത് തുറന്നു കളയും. ഒട്ടും തന്നെ പിന്നെ മറയുണ്ടാവില്ല. ഹത്താ യറൽ ഇൻസാനു, മനുഷ്യൻ കാണും, നഫ്സി, അവന്റെ ആത്മാവ് മുറിഞ്ഞു മാറുന്ന, വിട്ടുമാറുന്ന അവസരത്തിൽ, മിൻ ഗൈരി തഖീരിൻ, താമസമിന് അവൻ കാണും, നഫ്സു, അവന്റെ ആത്മാവിനെ തന്നെ അവൻ കാണും. എങ്ങനെ കാണും? ഇമ്മ, ഒന്നുകിൽ മഹ്ഫൂഫത്തൻ, അതിനെ പൊതിയപ്പെട്ട നിലയിൽ, ബിൽ അൻകാരി, ശിക്ഷകളെ കൊണ്ട്, വൽ മഹാസി, നിന്ദതകളെ കൊണ്ട്, അത് തന്നെയാ വൽ ഫളീഹത്തുകൾ, ആക്ഷേപിക്കപ്പെടൽ, പരിഹാസ്യമാക്കൽ, ഇതെല്ലാം കൊണ്ട് പൊതിയപ്പെട്ട നിലയിൽ കാണും. നഊദു ബില്ലാഹി മിൻ ദാലിക്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വൈമ്മ, ഒന്നുകിൽ മക്നൂഫൻ, സഹായിക്കപ്പെട്ട നിലയിൽ, ബിനഈമിൻ മുഖീമിൻ, നിത്യമായ അനുഗ്രഹം കൊണ്ട് സഹായിക്കപ്പെട്ട നിലയിൽ, വമുൽക്കിൻ കബീരിൻ, ഉന്നതമായ അധികാരം കൊണ്ട്, ആത്മീയ അധികാരം കൊണ്ട് സഹായിക്കപ്പെട്ട നിലയിൽ, ലാ ആഖിറ ലഹു, അതിനൊരു അവസാനമില്ല. അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫഇൻദ ഹാദാ, ഈ അവസരത്തിൽ, യുഖാലു ലിൽ അഷ്ഖിയാഇ, പരാജയപ്പെട്ടവരോട് പറയപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഏതവസ്ഥയിൽ? വഖദ് ഇൻകശഫൽ ഗിതാഉ, അവന്റെ മൂടിയെല്ലാം നീങ്ങിയിരിക്കുന്നു, സത്യം, യാഥാർത്ഥ്യം അവന്റെ മുമ്പിൽ വന്നു. അപ്പൊ അവനോട് പറയപ്പെടും, ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. എടാ, ലഖദ് കുന്ത, നീ ആയിരുന്നു, ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇതിൽ നിന്നുള്ള അശ്രദ്ധയിലായിരുന്നു. ഫകശഫ്ന, ഇപ്പൊ നാം മാറ്റിയിരിക്കുകയാണ്, അങ്ക, നിന്നെ തൊട്ട്, ഗിതാഅക, നിന്റെ മുഴുവൻ മൂടിയെ നമ്മൾ എടുത്തു മാറ്റി. ഫബസറുക, നിന്റെ കാഴ്ച, അതിലും ഇപ്പോ
ഹദീദ്, വളരെ രൂക്ഷമാണ് കാഴ്ച. പലതും നീ കാണുന്നുണ്ട്, കാണാൻ പറ്റാത്തെല്ലാം കാണുന്നു, രൂക്ഷമായ കാഴ്ച നിനക്കുണ്ട്. വയുക്കാല്, വീണ്ടും അവനോട് പറയപ്പെടും, അഫസിഹറുൻ ഹാദാ, നീ ഇത് സിഹർ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നില്ലേ അള്ളാഹുവിന്റെ ദീനിന്റെ വഴികളെ. അഫസിഹറുൻ, റസൂലുള്ളാഹികൾ പറഞ്ഞതിനെ, അവിടെ നിന്റെ പ്രവൃത്തിയെ. അഫസിഹറുൻ ഹാദാ, ഇത് സിഹറാണോ? അതല്ല അന്തും ലാ തുബ്സിറൂൻ, നിങ്ങൾക്കൊന്നും കാണാൻ കഴിയാണ്ടായി പോയതാണോ? ഇസ്ലൗഹ, നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിച്ചോളിൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കും. ഔ ലാ തസ്ബിറു, അല്ലെ ക്ഷമിക്കണ്ട. എങ്ങനെയായാലും സ്വഭാവം അലൈക്കും, നിങ്ങൾക്ക് രണ്ടും തുല്യമാണ്. ക്ഷമിച്ചാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം, നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോയി ഇടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്നമാ തുജ്സൗന മാ കുന്തും തഅമലൂൻ, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും നിങ്ങൾ ചെയ്തതിന് മാത്രം, നിങ്ങൾ ചെയ്ത ചെയ്തികൾക്ക് മാത്രമാണ് പ്രതിഫലം. ഇലൈഹിം, ഇവരിലേക്ക് ആണ് അൽ ഇശാറത്തു ബിഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഈ വാക്കുകൊണ്ടുള്ള ഇശാറ. ഏത്? വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ, അവർക്ക് വെളിവായി അള്ളാഹുവിൽ നിന്നും ഒന്ന് ലം യകൂനു യഹ്തസിബൂൻ, അവർ അതിനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ പ്രതീക്ഷിക്കാത്ത കാര്യം അവർക്ക് വെളിവായി. അപ്പൊ ഫഅലമുൽ ഉലമായി, ഉലമാക്കൾപ്പെട്ട കാര്യമായ വിവരമുള്ള പണ്ഡിതന്മാർ, മഹാന്മാർ. അഹ്കമുൽ ഹുക്കമായി, യുക്തിജ്ഞാനികളിൽ ഏറ്റവും വലിയ യുക്തിജ്ഞാനികൾ. യൻകശിഫു ലഹു, അയാൾക്ക് വെളിവാകും. അക്കീബൽ മൗത്ത്, മരിച്ചു കഴിഞ്ഞാൽ. മിനൽ അജാഇബി, അത്ഭുതങ്ങളാൽ. വൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളാലും. എന്ത് വെളിവാകും? മാലം യഖ്തുർ ഖത്തു, ഒട്ടും തന്നെ ബിബാലി, അയാളുടെ മനസ്സിൽ ഉദിച്ചിട്ടില്ലാത്തത് വെളിവാകും. വലഖ്തലജ ബിഹി ലമീറുഹു, അവന്റെ ഉള്ളകം അതുമായി ഇളകിയിട്ടുമില്ല. ആ കാര്യവുമായി അവന്റെ ഉള്ളകം ഇളകിയിട്ടില്ല, അഥവാ മനസ്സിൽ നിരൂപിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ അവന് വെളിവാകും. അപ്പൊ ഫലോലം യക്കുൻലിൽ ആക്കിലി, ഒരു ബുദ്ധിമാന് ഇല്ലായിരുന്നുവെങ്കിൽ, ഹമ്മുൻ വ ഗമ്മുൻ, ഒരു മനക്ലേശമോ ദുഃഖമോ ഒന്നുമില്ല, ഇല്ലൽ ഫിക്റത്ത്, ഒറ്റ ചിന്തയല്ലാതെ, ഫി ഖത്രി തിൽക്കൽ ഹാലി, ഈ അവസ്ഥയുടെ അപകടത്തിന്റെ വിഷയത്തിലുള്ള ആ ചിന്ത അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്താണ് ചിന്ത? അന്നൽ ഹിജാബ, ഈ മറ, അമ്മാദ, എന്തിനെ തൊട്ടാണ് ഉയർന്നു പോകുന്നത്? മറ നീങ്ങുമ്പോൾ കാണുന്നത് നന്മയാണോ തിന്മയാണോ എന്നർത്ഥം. ഈ മറ അമ്മാദ, എന്തിനെ തൊട്ടാണ് ഉയർന്നു പോകുന്നത്? ഉയർന്നു പോകുമ്പോൾ പിന്നെയുള്ള എന്താണ്? ഒമല്ലതി, എന്താണ് ഒന്ന്? യങ്കശിഫാനു, അതിനെ തൊട്ട് വെളിവാകും. അല്ല കിത്താകും, മൂടി മാറുന്ന വസ്തു എന്താണ്? മൂടി മാറും എന്താണ് ഉണ്ടാകുന്നത്? മിൻ ശക്കാബത്തിൻ ലാസിമത്തിൻ, ലാസിമത്തായ പരാജയമാണോ? സഹാദത്തിൻ ദായിമത്തിൻ, ലാസിമത്തായ പരാജയം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ ദായിമത്തായ സഹാദത്ത്, അള്ളാഹു നമ്മൾ അതിനെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ചിന്ത മാത്രമേ ഒരാൾക്കുള്ളൂ എങ്കിൽ തന്നെയും ലക്കാനദാലിക, ആ ചിന്ത ആകുന്നതാണ് കാഫിയൻ, മതിയാകുന്നതാണ്. ഫിസ്തിഗ്റാഖി ജമീഉൽ ഉംരി, അവന്റെ ജീവിതം മുഴുവനും മുഴുകുന്നതിന് ഈ ചിന്ത മതി. അതിൽ മുഴുകിയാൽ അവൻ വിജയിച്ചു. പക്ഷേ വൽ അജബു, അത്ഭുതം, മിൻ ഗഫലത്തിന, നമ്മുടെ അശ്രദ്ധയുടെ പേരിലാണ് അത്ഭുതം. വഹാദിഹിൽ അളായിമു, ഈ വലിയ വലിയ ഭയാനകമായ കാര്യങ്ങൾ ബൈന ഐദീന, നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ അശ്രദ്ധരായിട്ടിരിക്കുകയാണ്. വഅജബു മിൻ ദാലിക, ഇതിനേക്കാളെല്ലാം അത്ഭുതം. ഫരിഹന, നമ്മൾ സന്തോഷിച്ചിരിക്കുന്നു. ബി അംബാലിന, നമ്മുടെ സ്വത്തുക്കളെ കൊണ്ട്. വാഹിലീന, നമ്മുടെ കുടുംബക്കാരെ കൊണ്ട്. ഒബി അസ്ബാബിന, നമ്മളുടെ ഭൗതികമായ സബബുകൾ, ഭൗതികമായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിനുള്ള വസ്തുവകകൾ, അതിനെ കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുകയാണ്. ദുര്രിയത്തിന, നമ്മുടെ സന്താനങ്ങളെ കൊണ്ട്. ബൽ എന്നല്ല ബി അഅളാഇന, നമ്മുടെ അവയവങ്ങളെ കൊണ്ട്. സമ്മന, കേൾവിയെ കൊണ്ട്. ബസറിന, കാഴ്ചയെ കൊണ്ട് ഒക്കെ നമ്മളിങ്ങനെ സന്തോഷിക്കുകയാണ്. നമുക്ക് അറിയുന്നതോടുകൂടെ മുഫാറഖത ജമീഉ ദാലിക യഖീൻ, ഉറപ്പായിട്ടും ഇതിനെല്ലാം വലിച്ചെറിയേണ്ടി വരും, ഇതിൽ നിന്നെല്ലാം പിന്തിരിയേണ്ടി വരും, വേർപെടേണ്ടി വരും നമുക്ക് അറിയുന്നതോടുകൂടെ. വലാക്കിൻ, പക്ഷേ ഐനമൻ, ഒരാളെവിടെ? യൻഫുസു റൂഹുൽ ഖുദ്സി, റൂഹുൽ ഖുദ്സ് ജിബ്രീൽ അലൈഹിസ്സലാം ഊതും. ഫി റൗഹിഹി, അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് റൂഹുൽ ഖുദ്സ് ഊതും. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, മനസ്സിലേക്ക് റൂഹുൽ ഖുദ്സ് ഊതും. എന്നിട്ടോ ഫയഖൂലു, ആ റൂഹുൽ ഖുദ്സ് പറയും, മാ ഖാല ലി സയ്യിദിൻ നബിയ്യിൻ, നബിമാരുടെ സയ്യിദിനോട് പറഞ്ഞ ഒന്ന് പറയും. അങ്ങനെയുള്ള ആളാരാ ഉള്ളത്? ആരും ഇല്ലല്ലോ.
സയ്യിദുൻ നബിയിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നോട് പറഞ്ഞെന്താ പുറകെ വരും. അഹ്ബിബ് മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നയാളെ നീ ഇഷ്ടപ്പെട്ടോ, പക്ഷെ ഫൈന്നക മുഫാരിഖുഹു, നീ അതിൽ നിന്ന് വിട്ടുപിരിയേണ്ടി വരും. വഇശ് മാ ശിഅത, നീ ഉദ്ദേശിക്കുന്ന അത്രയും ജീവിച്ചോ, ഫൈന്നക മയ്യിത്തുൻ, അവസാനം നീ മരിക്കേണ്ടി വരും. വഅമൽ മാ ശിഅത, നീ ഇഷ്ടമുള്ള പണി ചെയ്തോ, ഫൈന്നക മജ്സിയും ബിഹി, നിനക്കതിന് പ്രതിഫലം നൽകപ്പെടും എന്ന് നബിമാരുടെ നേതാവിനോട് റൂഹുൽ ഖുദ്സ് വന്ന് ഓതിക്കൊടുത്തതുപോലെ ഇന്ന് പറയാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലല്ലോ. ഫലാ ജറമ, നിസ്സംശയം, ലമ്മാ കാന ദാലിക, ഈ പറഞ്ഞതെല്ലാം മക്ഷൂഫൻ ലഹു, അവിടുന്ന് വെളിവാക്കപ്പെട്ടപ്പോൾ, ഐനിൽ യഖീൻ, ഐനിൽ യഖീൻ കൊണ്ട് അവിടുന്ന് അതിനെല്ലാം വെളിവാക്കപ്പെട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന, അവിടുന്നായി ഫിദ്ദുന്യ, ദുന്യാവിലെ കആബിരി സബീൽ, വഴി വിട്ട് കിടക്കുന്നവനെ പോലെ ആയി അവിടുന്ന്. ദുന്യാവിൽ ഞാൻ ഒരു വഴി വിട്ട് കിടക്കുന്നവനെ പോലെയാണ്. കുൻ ഫിദ്ദുന്യ, ദുന്യാവിൽ നീ കഴിഞ്ഞുകൂട് ഒരു വഴി വിട്ട് കിടക്കുക, ആബിരി സബീൽ, വഴി വിട്ട് കിടക്കുന്നവനെ പോലെ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയില്ലേ. അവിടുന്ന് അങ്ങനെയായി. ലം യല്ലാഹ്, അവിടുന്ന് വെച്ചിട്ടില്ല, ലബനത്തൻ അലാ ലബനത്തിൻ, ഒരു ഇഷ്ടികയുടെ മേൽ വേറൊരു ഇഷ്ടിക വെച്ചിട്ടില്ല. വല കസബത്തൻ അലാ കസബത്തിൻ, ഒരു മുളങ്കമ്പിന്റെ മേൽ വേറൊരു മുളങ്കമ്പിന് വെച്ചിട്ടില്ല. അഥവാ അവിടുന്ന് കെട്ടിടമുണ്ടാക്കുന്നതിന്റെ നേരെ തിരിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ മുസ്ലിയാക്കന്മാർക്കെല്ലാം കെട്ടിടമുണ്ട്, ചെറിയ കെട്ടിടമല്ല, വലിയ വലിയ കെട്ടിടമാണ്. 2 നിലയില്ലെങ്കിൽ ശരിയാവില്ല. അതിൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂള് വേണം, വീടിന്റെ ഉള്ളിൽ, അങ്ങനെ പലതും വേണം. ഇതെല്ലാം ഇന്ന് മുസ്ലിയാക്കന്മാര് തന്നെ അത് എടുത്തു വെച്ചിരിക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ഇഷ്ടികയുടെ മേൽ വേറൊരു ഇഷ്ടിക വെച്ചില്ല, ഒരു മുളങ്കമ്പിന്റെ മേൽ വേറൊരു മുളങ്കമ്പ് വെച്ചില്ല. താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഈന്തപ്പനയുടെ ഓല കൊണ്ടുള്ള ഷെഡുകൾ മാത്രമാണ് അവിടുന്ന് ഉണ്ടായിരുന്നത്. വലം യുഖ്ലിഫ് ദീനാറൻ വല ദിർഹമ, ദീനാറിനെയോ ദിർഹമിനെയോ അവിടുന്ന് ഇട്ടിട്ട് പോയില്ല. വലമത്തഖിദ് ഹബീബൻ വല ഖലീല, ഒരു ഹബീബിനെയോ ഒരു ഖലീലിനെയോ അവിടുന്ന് സ്വീകരിച്ചില്ല. നഅം, അതെ, കാല, അവിടുന്ന് അരുളി, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ, അഥവാ ഞാൻ ആരെങ്കിലും ഖലീലാക്കുമായിരുന്നെങ്കിൽ ലത്തഖദതു അബൂബക്കറിൻ ഖലീല, ഞാൻ അബൂബക്കറിനെ ഖലീലാക്കുമായിരുന്നു. അബൂബക്കറിനെ ഞാൻ ഖലീലാക്കിയിട്ടില്ല. വലാകിൻ സാഹിബുക്കും, നിങ്ങളുടെ ഈ സാഹിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഖലീലാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം ഖലീലായതുപോലെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലാണ്, ഹബീബാണ്. ഫബയ്യന, അപ്പൊ വ്യക്തമായി, അന്ന ഖില്ലത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുമായിട്ടുള്ള ചങ്ങാത്തം, തഖല്ലലത്ത് ബാത്തിന ഖൽബിഹി, അവിടുന്ന് കൽബിന്റെ ഉള്ളിൽ അത് കലർന്നു, ഇടകലർന്നു. വഅന്ന ഹുബ്ബഹു, അവിടുന്ന് മഹബ്ബത്ത്, തമക്കന മിൻ ഹബ്ബത്തി ഖൽബിഹി, അവിടുന്ന് ഹബ്ബത്തുൽ ഖൽബ്, അവിടുന്ന് കൽബിന്റെ ഉള്ളകത്തിൽ അത് സ്ഥാനം പിടിച്ചു. അപ്പൊ ഫലം യത്രുകു ഫീഹി, അവിടുന്ന് ആ കൽബിൽ ശേഷിപ്പിച്ചില്ല, ഉപേക്ഷിച്ചില്ല. മുത്തസഅൻ ലി ഖലീലിൻ, മറ്റൊരു ഖലീലിനുള്ള ഒരു വിശാലമായ സ്ഥലം അവിടുന്ന് കൽബിലില്ലായിരുന്നു. വലാ ഹബീബിൻ, മറ്റൊരു ഹബീബിനെയും അവിടുന്ന് സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല. വഖദ് ഖാല ലി ഉമ്മത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് ഉമ്മത്തിനോട് പറഞ്ഞു, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റി, എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ഫഇന്നമാ ഉമ്മത്തുഹു, അവിടുന്ന് ഉമ്മത്താരാന്നറിയാവോ? അത് മനിത്തബഅഹു, അവിടുന്ന് പിൻപറ്റുന്നവനാണ് യഥാർത്ഥ ഉമ്മത്ത്. വമത്തബഅഹു, അവിടുന്ന് പിൻപറ്റുകയില്ല, ഇല്ലാമൻ, ഒരുവനല്ലാതെ, അഅറള അനിൽ ദുന്യ, അവൻ ദുന്യാവിനെ തൊട്ട് പിന്തിരിഞ്ഞു. വഅഖ്ബല അലൽ ആഖിറ, ആഖിറത്തിന്റെ മേൽ അവൻ മുന്നിട്ടു. അങ്ങനത്തവനാണ് അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നവരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തികൾ. ഫഇന്നഹു, അവിടുന്ന് മാ ദഅ, അവിടുന്ന് ക്ഷണിച്ചില്ല, ഇല്ല ഇലല്ലാഹി വൽ യൗമിൽ ആഖിരി, അള്ളാഹുവിലേക്കും അവനെ കാണാൻ ചെല്ലുന്ന ആഖിറത്തിന്റെ വിഷയത്തിലേക്കും മാത്രമേ അവിടുന്ന് ജനങ്ങളെ ക്ഷണിച്ചുള്ളൂ. ഒമാ സറഫ ഇല്ല അനിൽ ദുന്യ, അവിടുന്ന് തിരിഞ്ഞു പോയില്ല, തിരിച്ചുവിട്ടില്ല ദുന്യാവിനെ തൊട്ടല്ലാതെ. വൽ ഹുദൂദിൽ ആജില, പൊടുന്നനെ കിട്ടുന്ന ദുന്യാവിന്റെ ഹല്ലുകൾ, ഓഹരികൾ, അതിനെ തൊട്ട് മാത്രമേ അവിടുന്ന് തിരിഞ്ഞുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദുന്യാവിനെ വിട്ട് നീ പിന്തിരിയുന്ന അളവ്, വാഖബൽ തഅലൽ ആഖിറ, ആഖിറത്തിന് മേൽ നീ മുന്നിടുന്ന അളവ്, ഫഖദ് സലക്ത, ആ അളവ് കൊണ്ട് നീ പ്രവേശിച്ചവനാകും, സബീലഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയിൽ, അല്ലദീ സലക്കഹു, അവിടുന്ന് പ്രവേശിച്ച ആ വഴിയിൽ.
ഒബി കതിരിമാ സലക്കിത്ത സബീലഹു, അവിടുന്ന് വഴിയിൽ പ്രവേശിക്കുന്ന അളവ് ഫഖദ് ഇത്തബഅതഹു, നീ അവിടുന്ന് പിൻപറ്റിയവനായി. ഒബി കതിരിമത്തബഅതഹു, അവിടുന്ന് പിൻപറ്റുന്നതിന്റെ അളവ് ഫഖദ് സിർത, നീ ആയി മിൻ ഉമ്മത്തിഹി, അവിടുന്ന് ഉമ്മത്തിൽപ്പെട്ടവനായി. ഒബി കതിരിമാ അക്ബൽത അലദ്, എന്നാൽ മറിച്ച് ഒബി കതിരിമാ അക്ബൽത അലദ് ദുനിയ, ദുന്യാവിന്റെ മേൽ നീ മുന്നിടുന്നതിന്റെ അളവ് അദൽത, നീ തെറ്റിമാറും അൻ സബീലി, അല്ലാഹു റസൂലിന്റെ വഴിയെ തൊട്ട്. വറഗിബ്ത, നീ വെറുക്കും അൻ മുത്താബഅതിഹി, അല്ലാഹു റസൂലിനെ പിൻപറ്റുന്നതിനെ വെറുക്കും. വൽതഹഖത, നീ ചെന്ന് ചേരും ബില്ലദീന, ഒരു വിഭാഗം ആൾക്കാരോടൊപ്പം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖാല അല്ലാഹു തആല ഫീഹിം, അവരുടെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. ഫഅമ്മാ മൻ, അപ്പോൾ ഒരാള് തഗാ, അവൻ അതിർത്തി ലംഘിച്ചു, ജീവിതത്തിൽ അവൻ അതിർത്തി ലംഘിച്ചു. വആസറൽ ഹയാത്തദ് ദുനിയാ, ഭൗതികമായ ജീവിതത്തിനെ അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവൻ ഫഇന്നൽ ജഹീമ, നിശ്ചയം ജഹീം, ഹിയൽ മഅ്വാ, അവന്റെ പാർപ്പിടമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഫലൗ ഖറജ്ത, നീ പുറപ്പെട്ടാൽ, ഫലൗ ഖറജ്ത, നീ പുറപ്പെട്ടാൽ, അഥവാ നീ പുറത്തു വന്നാൽ, മിൻ മക്മനിൽ ഖുറൂരി, വഞ്ചനയുടെ ഒളിസ്ഥാനത്ത് നിന്ന് നീ വെളിയിൽ വന്നു. വഞ്ചനയുടെ ഒളിസ്ഥാനം, ഒളിയിടം, അവിടെ നിന്ന് നീ വെളിയിൽ വന്നു. വഅൻസഫ്ത നഫ്സക, നിന്റെ നഫ്സിനോട് നീ നീതി പുലർത്തി. എന്നാൽ യാ റജുൽ, എടാ മനുഷ്യ, എന്നിട്ട് അദ്ദേഹം പറയാണ് കുല്ലുനാ ദാലിക റജുൽ, ഞാൻ ഈ എടാ മനുഷ്യ എന്ന് വിളിച്ച ആ മനുഷ്യൻ നമ്മളെല്ലാം അത് തന്നെയാണ്, നമ്മളെ തന്നെയാണ്. എടാ മനുഷ്യ എന്ന് ഞാൻ വിളിച്ചത് വേറൊരാളെയല്ല, നമ്മളെ തന്നെയാണ്, നമ്മളെല്ലാം ആ മനുഷ്യനാണ്. അലിംത, എടാ മനുഷ്യ, നീ അറിഞ്ഞവനായി, അന്നക്ക, നിശ്ചയമായി, നീ മിൻ ഹീന തുസ്ബിഹു, നീ പ്രഭാതത്തിലായത് മുതൽ ഇലാ ഹീന തുംസി, നീ വൈകുന്നേരമാകുന്നത് വരെ, ലാ തസ്ആ, നീ നീ പ്രവർത്തിക്കുന്നില്ല, ഇല്ല നീ പരിശ്രമിക്കുന്നില്ല, നീ ഓടി നടക്കുന്നില്ല, ഇല്ല ഫിൽ ഹുദൂദിൽ ആജില, ആജിലത്തായ ഹല്ലുകളിലല്ലാതെ. ആജിലത്തായ ഹല്ല് എന്ന് പറഞ്ഞാൽ പൊടുന്നനെ കിട്ടുന്ന ഭൗതികമായ നേട്ടങ്ങളും ഓഹരികളും, അതിൽ മാത്രമേ നിന്റെ ചലനമുള്ളൂ. വലാ തതഹറക്കു, നീ ചരിക്കുന്നില്ല. വലാ തസ്കുനു, നീ അടങ്ങുന്നുമില്ല, അടങ്ങുന്നുമില്ല. ഇല്ല ലിആജിലി ദുനിയ, ദുന്യാവിന്റെ പൊടുന്നനെ കിട്ടുന്ന അനുഗ്രഹത്തിന് വേണ്ടി അല്ലാതെ. എന്നിട്ട് നീ അങ്ങനെ ദുന്യാവിന്റെ പുറകെ പോയിട്ട് തുമ്മ തത്തുമോ, പിന്നെ നീ വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അൻ തക്കൂന കഥൻ, നീ നാളെ ആകുമെന്ന് പിന്നെ ഉമ്മത്തി, അള്ളാഹു റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടവനാകുന്നു. എങ്ങനെയാകാനാ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാത്തുബാഹി, അവിടുന്ന് പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ പെടുമെന്ന് നീ വെറുതെ ആഗ്രഹിക്കുകയാണ്. ഒമാ അബഅദ ലന്നക, നിന്റെ ഈ ലൻ എത്രയോ വിദൂരമാണ് ഹക്കിനെ തൊട്ട്, നിന്റെ ഈ ധാരണ എത്രയോ വിദൂരമാണ്. ഒമാ അബർദ തഅമക, നിന്റെ ഈ ആശ എത്രയോ തണുത്തുറഞ്ഞതാണ്, ചൂടുള്ള ആശയല്ലത്. അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ മാ ലക്കും കൈഫ തഹ്കുമൂൻ, നാം ആക്കണമോ മുജ്രിമുകളെ പോലെ ആക്കണമോ? മുസ്ലിം വേറെ, മുജ്രിമ് വേറെ. മുജ്രിമായി ഇരുന്നിട്ട് മുസ്ലിം ആകാൻ പറ്റില്ല. കമാലക്ക്, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് വെറുതെ തെളിവില്ലാണ്ട് വിധി കൽപ്പിക്കുന്നത്? തെമ്മാടുത്തം കാണിച്ചിട്ട് മുസ്ലിമാണെന്ന് വിധിക്കുകയല്ലേ? എങ്ങനെ നടക്കും? അത്രയും കാര്യം അദ്ദേഹം പറഞ്ഞു നിർത്തി. അദ്ദേഹം പറയാണ്, വൽ നെർജിഉ, നമുക്ക് മടങ്ങാം. വൽ നെർജിഉ ഇലാ മാ കുന്നാ ഫീ, നാം ഏതൊന്നിലായിരുന്നു അതിലേക്ക് മടങ്ങാം. ഏതിലായിരുന്നു? മഹാന്മാർക്ക് മുകാശഫത്ത് വഴി സ്വപ്നത്തിലൂടെ മരണാനന്തരമുള്ള കാര്യങ്ങൾ അറിയിക്കുക. അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുന്ന് വഴുതി മാറി വേറെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മാ കുന്നാ ഫീഹി വബി സദദിഹി, നാം ഏതൊന്നാണോ അതിലേക്ക്, നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു അതിലേക്ക് നാം മടങ്ങാം. ഫഖദിംതദ്ദ അനാനുൽ കലാമി, സംസാരത്തിന്റെ കടിഞ്ഞാൻ നീണ്ടുപോയി. ഇലാ ഗൈരി മഖ്സദി, അതിന്റെ മഖ്സദ് അല്ലാത്തതിലേക്ക് വഴി വിട്ട് സംസാരിച്ചു പോയി. വൽ നദ്കുർ, നമുക്ക് പറയാം, ഇപ്പോ മിനൽ മനാമാത്തിൽ കാശിഫത്തിൽ അഹ്വാലിൽ മൗത, മരണപ്പെട്ടവരുടെ അവസ്ഥകളെ തുറന്നു കാട്ടുന്ന സ്വപ്നങ്ങളാൽ മാ യഅ്ദുമുൽ ഇൻതിഫാഉ ബിഹി, ഒന്നിനെ സംബന്ധിച്ച് പറയാം. യഅ്ദുമുൽ ഇൻതിഫാഉ, അതുകൊണ്ടുള്ള ഇൻതിഫാഉ മഹത്തരമാകും, അതുകൊണ്ട് പ്രയോജനമെടുക്കൽ മഹത്തരമാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് ദഹബത്തിൻ നുബൂവത്ത്, കാരണം ദഹബത്തിൻ നുബൂവത്ത് കഴിഞ്ഞുപോയി. ഇനിയിപ്പോ ജിബ്രീൽ വന്നിട്ട് കാര്യം പറഞ്ഞു തരില്ല. ഇപ്പൊ ബഖിയത്തുൽ മുബശ്ശറാത്തു, ഇന്നിപ്പോ മുബശ്ശറാത്തുകളാണ് ബാക്കി. മുബശ്ശിറാത്ത്, സന്തോഷ വർത്തമാനം നൽകുന്നവ. വലൈസ ദാലിക, അതല്ല, ഇല്ലൽ മനാമാത്തു, സ്വപ്നങ്ങളല്ലാതല്ല.
അപ്പോൾ അത് സംബന്ധമായ ചരിത്രങ്ങളൊക്കെയാണ് ഇനി പുറകെ പറയാൻ പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഗഹനങ്ങളായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഉസ്താദന്മാർ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉസ്താദന്മാർ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ ക്ലാസ് തുടങ്ങിയത് തന്നെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഭാഗം ഒന്ന് പൂർത്തിയാക്കാം. പിന്നീട്